السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം, മുഹറം 10 ദിവസം, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വ്രതമനുഷ്ഠിച്ചവരും അവന് ഇബാദത്ത് ചെയ്യുന്നവരുമായി ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇത്തരം അവസരങ്ങളൊക്കെ വിജ്ഞാനത്തിൻ്റെ ഒരു സദസ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്താണ്. അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു ഒരു പരീക്ഷണമായിട്ടാണ് പടച്ച റബ്ബ് ഈ ദുനിയാവിലെ ജീവിതത്തെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ വചനങ്ങളിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നൊരു വിദ്യാർത്ഥിയോട് എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ആ കുട്ടി ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. നീ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ മുന്നിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവും. എന്നതുപോലെ തന്നെ ഈ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, കൃത്യമായൊരു ലക്ഷ്യം നമുക്ക് പറയാനുണ്ട്. നമ്മളെല്ലാവരും ആ ബോധമുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി പഠിപ്പിക്കുന്ന വചനങ്ങൾ
അല്ലാഹു പറഞ്ഞത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഈ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതത്തെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആളുകളോട് അല്ലാഹു ഉപദേശിക്കുന്ന ഉപദേശം വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് നിങ്ങൾക്ക് ബാക്കിയാകുന്നതും അതേപോലെ തന്നെ ഏറ്റവും ഖൈറായതും ഉത്തമമായതും പരലോകമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഉത്തമമായ ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും അതാണ് നമ്മളെ പഠിപ്പിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിലേക്ക് മരണം എന്നൊരു യാഥാർത്ഥ്യം കടന്നു വരുമ്പോൾ അതേത് നിമിഷവും വന്നേക്കാം. അത് വരുന്ന സമയത്ത് ഞാൻ എന്ത് നേടിയെടുത്തിട്ടുണ്ട് പരലോകത്തേക്ക് വേണ്ടി എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യമാണ് നമ്മളോട് ഉണർത്തുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന വചനം കാണാം. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ജീവിതത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, മനുഷ്യന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മനുഷ്യൻ മറന്നുകളയുന്നു. പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത പുറങ്കാലുകൊണ്ട് പിന്നിലേക്ക് തള്ളിക്കളയുന്ന ഒരു ജനതയെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വചനങ്ങളൊക്കെ എന്തിനാ ഓതുന്നത്? ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ പോലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ താളം തെറ്റിപ്പോകാറുണ്ട് എന്ന കാര്യത്തിൽ തർക്കമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തന്നെ വഴുതിപ്പോകുന്ന സാഹചര്യങ്ങൾ, ശൈത്വാൻ നമ്മളെ വഴികേടിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. ഒരു യാത്രാവാഹനം ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ഈ വാഹനം. നോക്കൂ, നമ്മളിവിടെ നിന്ന് കൊണ്ടോട്ടിയിലേക്കൊരു ബസ് കയറിയാൽ ആ ബസ്സിലേക്ക് കയറിയിരുന്നാൽ ബസ്സിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ബസ്സിന്റെ ഉള്ളിൽ ഒരുപാട് നിബന്ധനകൾ എഴുതി വച്ചിട്ടുണ്ട്. ആ നിബന്ധന എന്താ? കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിന്റെ നിബന്ധനയാണ്. ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക എന്നുള്ളത് ബസ്സിന്റെ നിബന്ധനയാണ്. പവർ ബ്രേക്ക് സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് പാലിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. കയ്യും തലയും പുറത്തിടരുത് എന്നുള്ളത് ബസ്സിന്റെ നിബന്ധനയാണ്. നമ്മളിവിടുന്ന് കൊണ്ടോട്ടിയിൽ ചെന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഈ നിബന്ധനകളെല്ലാം നമ്മൾ പാലിച്ചാലേ തടസ്സങ്ങളില്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കൊണ്ടോട്ടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലേ? ഒരു ചെറിയ യാത്ര പോലും അങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുന്നതെങ്കിൽ റബ്ബിന്റെ കോടതിയിലേക്ക്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം എന്ന വാഹനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഒരുപാട് നിബന്ധനകളും നിർദ്ദേശങ്ങളുമുണ്ട്. ദീന് പഠിപ്പിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വർഗമെന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്. ആ ഒരു തിരിച്ചറിവിലൂടെയാവണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ വിഷയത്തിൽ നമ്മൾ ദുനിയാവിനാണോ ആഖിറത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് മറുപടിയായി എന്തു പറയാനുണ്ട്? നമുക്കെന്ത് മറുപടി പറയാനുണ്ട്? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ രാവിലെ നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നു. ഭൗതികമായ പഠനത്തിനാണോ അതല്ല ആഖിറത്തിനെക്കുറിച്ചുള്ള ചിന്തയോടെ മതപരമായ പഠനത്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിലാവട്ടെ, നമ്മുടെ കാര്യത്തിലാവട്ടെ
നമ്മൾ പ്രാധാന്യം നൽകുന്ന പഠനമേതാ? അത് ഭൗതികമായ പഠനമാണ്. ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റില്ല. ഇസ്ലാം അതിനൊരിക്കലും എതിര് പഠിപ്പിക്കുന്നില്ല. ആവാം, പക്ഷെ അതിന്റെ കൂടെ എന്റെ മക്കൾക്ക് ദീന് കിട്ടണമെന്നുകൂടി കൊതിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലത്തെ നാം കെട്ടിപ്പടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്, അല്ലേ? ഒരു ആഖിറത്തിന്റെ പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിത ശൈലിയിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണിതൊക്കെ എല്ലാ രംഗത്തും. ഇപ്പൊ നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പലതും നമ്മൾ ജായിസായി, അനുവദനീയമായി, നമ്മളായി ഉണ്ടാക്കുന്ന കുറെ ന്യായങ്ങളിലൂടെ അനുവദനീയമായി നമ്മൾ കാണാൻ. ഉദാഹരണത്തിന് പലിശ ഹറാമാണെന്ന് അറിയാത്ത ആരുമില്ല. പലിശ ഇടപാട് ഹറാമാണെന്നറിയാത്ത ആരാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചതല്ലേ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാണ് ബൈഅ, കച്ചവടത്തെ നിങ്ങൾക്ക് ഹലാലാക്കിയതാണ്. വഹറമർ റിബാ, പലിശയെ നിങ്ങൾക്ക് ഹറാമാക്കിയതാണ്. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ദുനിയാവിലെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു മുട്ടൽ വരുമ്പോ എല്ലാം ചെന്ന് ലോണെടുക്കാൻ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുവെങ്കിൽ, ഒരു ഹറാമിലേക്ക് നമ്മുടെ കൈകൾ എത്തിപ്പെടുന്നുവെങ്കിൽ, നമ്മൾ ആഖിറത്തിനാണോ ദുനിയാവിനാണോ പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്? എനിക്ക് സ്വർഗമാണ് എന്റെ ലക്ഷ്യമെന്ന് നാവുകൊണ്ട് പറയലല്ല, സ്വർഗമാണ് ലക്ഷ്യമെന്ന് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വഴി. ആ വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നല്ല രൂപത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് എല്ലാ മേഖലയിലും നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു താരതമ്യ പഠനം നടത്തൽ അനിവാര്യമാണ് സഹോദരങ്ങളെ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു നന്മ ചെയ്താൽ തന്നെ അത് നാലാൾ അറിയണമെന്ന ചിന്താഗതിയാണ് നമുക്ക് കടന്നു വരുന്നതെങ്കിൽ അതിന്റെ മഹത്വം എത്ര ഉണ്ടാവും? അള്ളാന്റെ അടുക്കൽ എത്ര സ്വീകരിക്കപ്പെടുന്നുണ്ടാവും? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ചരിത്രം നമുക്കറിയാം. ഏറ്റവും ആത്മാർത്ഥമായി ഭരിച്ച ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ നമ്മൾ കണ്ടൊരു ഭരണാധികാരിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് സുബഹ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്ങോട്ടാ പോണത് ആർക്കും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് എന്നും ഒരു വീട്ടിലേക്ക് പോകാറുണ്ട്. ഉമറിന്റെ വീട്ടിലേക്കല്ല, വേറൊരു വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. എങ്ങോട്ടാ ഉമർ പോണത്? ഉമർ റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ പോയിട്ട് ആ വീട്ടിന്റെ മുറ്റത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്ന് വീട്ടിന്റെ ഉള്ളിൽ ചെന്ന് കുറച്ചു സമയം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് വരെ വീട്ടിന്റെ ഒരു മൂലയിൽ ഒളിഞ്ഞിരുന്ന് ഉമറിനെ വീക്ഷിക്കുകയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോന്ന ഉടനെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ അവിടെ കാണുന്നത് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. ഈ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വൃദ്ധയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ വാർദ്ധക്യത്തിലെത്തി അനങ്ങാൻ കഴിയാതെ അസുഖം ബാധിച്ച് കിടക്കുന്ന ആ സ്ത്രീയുടെ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഉമ്മയുടെ അടുക്കലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. എന്നിട്ട് ത്വൽഹ ചോദിച്ചത്, ഉമ്മ ആരാണ് ഉമ്മ അവിടെ വന്നത്? അയാൾ ആരാണ്? എന്തിനാണ് ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നത്? ആ ഉമ്മ പറഞ്ഞു, മോനെ, വന്നതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വന്നത് ആരാണെന്ന് എനിക്കറിയില്ല. ആ വന്ന മനുഷ്യനാണ് എന്റെ വസ്ത്രമലക്കി തരാറുള്ളത്. ആ വന്ന മനുഷ്യനാണ് എന്റെ വീട് വൃത്തിയാക്കാറുള്ളത്. ആ വന്ന മനുഷ്യനാണ് എനിക്ക് വേണ്ടതെല്ലാം ഇവിടെ ചെയ്തതെന്ന് എന്നെ ശുദ്ധിയോടുകൂടി ദിവസവും വന്നെന്നെ പരിചരിക്കുന്നത് ആ വന്ന വ്യക്തിയാണ്. പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മർ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഭരണാധികാരിയായ ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് അയാൾ. ജീവിതത്തിന്റെ ഏറ്റവും സഹോദരങ്ങളെ സന്തോഷകരമായി മഹാനായ ത്വൽഹയുടെ മനസ്സിൽ ഒരു വേദന അനുഭവപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സന്തോഷത്തിന്റെ കൂടെ ഒരു വേദന,
ഉമർ ത്വൽഹ റളിയല്ലാഹു അൻഹു പങ്കുവെക്കുകയാണ്. ഉമറിനെ സംബന്ധിച്ചൊരു സംശയം തോന്നിയല്ലോ എന്നൊരു ദുഃഖം. വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസറാത്തി ഉമറ തൽതമിസ്, ഉമറിന്റെ കുപ്പായ കൈയിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ, സഖിലതുക ഉമ്മുക യാ ത്വൽഹ, ത്വൽഹ നിനക്ക് നിന്റെ ഉമ്മയെ നഷ്ടപ്പെടട്ടെ ത്വൽഹത്തെ എന്ന് സ്വയം ശപിച്ചുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു, അത് അറബികളുടെ ഒരു ശൈലിയായി ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ ചില ശൈലികൾ പ്രയോഗിച്ചത് ചരിത്രത്തിൽ കാണാം. അവിടെ എന്തറിയോ, നമ്മൾ ദീനിനു വേണ്ടി ചെയ്തതുപോലും നാലാൾ അറിയുന്ന രൂപത്തിലാണെങ്കിൽ, സഹോദരങ്ങളെ, ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചു പോയ സച്ചരിതരായ സ്വഹാബത്തിന്റെ ഒരു വഴിയുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ശൈലികളിലൊക്കെ ആ രീതി നമ്മൾ സ്വീകരിച്ചു പോകുന്നുണ്ടോ എന്ന് സ്വയം നമ്മുടെ കൽബിനോട് ചോദിക്കണം. എന്റെ കർമ്മങ്ങൾ എന്റെ റബ്ബിനു വേണ്ടി ഞാൻ എത്ര കണ്ട് ചെയ്യാറുണ്ട്? എന്റെ സ്വതക്കകൾ, എന്റെ ദാനധർമ്മങ്ങൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ദീനിനു വേണ്ടി ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മുടെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗമാവണം നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തിന് വേണ്ടിയാവണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. സ്വർഗത്തിന് വേണ്ടിയാവണം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയേണ്ടതും. ഇതൊരു തീരുമാനമാക്കി ജീവിതത്തിൽ എടുക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ നമ്മുടെ പരലോകം ആഖിറം വെളിച്ചമാകും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമതായി നല്ല ആദർശബോധമുള്ള ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല അതാണ്. ഒന്ന്, ആദർശബോധമുള്ളൊരു വിശ്വാസം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എണ്ണി പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഇന്ന് പലപ്പോഴും നാട്ടിലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഫിത്നയോ ഫസാദോ സമൂഹത്തിൽ ഉണ്ടാക്കി വിടുമ്പോഴേക്ക് ആദർശത്തെ പണയം വെച്ച് തന്റെ കാര്യങ്ങളെ വെട്ടിത്തുറന്ന് പറയാൻ പോലും മടിക്കുന്ന ആദർശവാദികളെന്ന് അവകാശപ്പെടുന്നവർ പോലും ജീവിതത്തെ തുലച്ചു കളയുന്ന ആളുകളുണ്ട്. ആഖിറത്തിനെ മറന്നുപോകുന്ന ആളുകളുണ്ട്. ദുനിയാവിന്റെ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി എന്ത് ഹറാമുകൾക്കും എന്ത് തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കാമെന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. ഇതിനെ നമ്മൾ പേടിക്കണം. ആരുടെ മുന്നിലും പതറാതെ, ആരുടെ മുന്നിലും ബേജാറാവാതെ ഉറച്ചു നിൽക്കുന്നൊരു വിശ്വാസമുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന സച്ചരിതരായ സ്വഹാബത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് കാണിച്ചു തന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം നമ്മളെ കരങ്ങളിൽ ഉണ്ടാവണം. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്ത് തന്നെ ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ എനിക്കെതിരെ എന്ത് ഫിത്നകൾ പുറപ്പെടുവിച്ചാലും, ഈ ആദർശത്തെ തകർക്കാൻ വേണ്ടി ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അജണ്ടകളുമായി വന്നാലും ശരി, അജണ്ടകളെയൊന്നും ഞാൻ വകവെക്കുകയില്ല. എനിക്കെന്റെ ദീനാണ് പ്രാധാന്യമെന്നൊരു തിരിച്ചറിവിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുമോ നമുക്ക്? ആ ഒരു ഈമാനാണ് സഹോദരങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് മുറുകെ പിടിക്കാൻ പറഞ്ഞത്. ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞല്ലോ, ഒരു വൃക്ഷത്തെ ഉപമിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ. അസ്ലുഹാ സാബിത്തുൻ, വേരുകൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം. അങ്ങനെയുള്ള ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം. വഫറഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ പടർന്ന് പന്തലിച്ച് ആകാശം മുട്ട നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണമാണ് ഒരു വിശ്വാസിയുടെ ഉദാഹരണം. എത്ര വലിയ കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലും ആ വൃക്ഷം ആടി ഉലയാതെ, ആ വൃക്ഷം തളർന്നു പോകാതെ നിൽക്കുമെങ്കിൽ അതുപോലെയാണ് ഒരു വിശ്വാസി എന്നാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് തന്റെ ആദർശത്തെയും തന്റെ ജീവിത ശുദ്ധിയെയും കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകുന്നവനായിരിക്കും ഒരു വിശ്വാസി എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ കരങ്ങളിലുണ്ടോ നമ്മൾ പരിശോധിക്കണം. ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. മദീന ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, മദീനയെ കീഴ്പ്പെടുത്താൻ ശത്രുക്കൾ മെനഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. മദീനയെ കയ്യിലടക്കാൻ വേണ്ടി ശത്രുക്കൾ മെനഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. അവർ പുറപ്പെട്ട് അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കി ജീവിച്ചിരുന്നൊരു കാലം. ആ കാലത്ത് സഹോദരങ്ങളെ, ഒരിക്കൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ അത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസിൽ പവർ കൊണ്ടല്ല,
ഈമാൻ കൊണ്ട്. അള്ളാന്റെ റസൂലാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ. എന്നിട്ട് ആ വാചകം ഒരു അലങ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കല്ല. എന്നിട്ടൊരു ഉദാഹരണം ആ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്തറിയോ? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ സുബഹി രാത്രിയുടെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഉറങ്ങുകയാണ്. ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വഹാബികളെല്ലാവരും ഉറങ്ങുന്ന അതാ രാത്രിയുടെ മധ്യം. ആ സമയത്ത് പെട്ടെന്നൊരു ഘോരമായ ശബ്ദം മദീനയിൽ, ഒരു ഭീകരമായ ശബ്ദം മദീനയിൽ കേട്ടു. ആ കേട്ട സന്ദർഭത്തിൽ സ്വഹാബികൾ പറയുന്നത് എല്ലാവരും ഞെട്ടി ഉണർന്നു. രണ്ട് പേടിയാണ് അവരുടെ കൽബിലേക്ക് വന്നത്. ഒന്ന്, മദീന ശത്രുക്കൾ കീഴടക്കിയോ എന്ന പേടി. രണ്ടാമത്തെ പേടി, അള്ളാന്റെ റസൂലിനെ ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന ഭയം. ഈ രണ്ട് പേടി കാരണം സ്വഹാബികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് എഴുന്നേറ്റ് റബ്ബിൽ തവക്കുലാക്കി വാതിൽ തുറന്ന് അവർ പുറപ്പെടുകയാണ്. ശബ്ദം കേട്ട സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വഹാബികൾ ഇറങ്ങി. ആ രാത്രിയുടെ സമയത്ത് മദീനയിലെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന സ്വഹാബികൾ കാണുന്നത്, ഒരാളതാ ശബ്ദം കേട്ട സ്ഥലത്തൊരു കുതിരപ്പുറത്തിങ്ങനെ ചുറ്റിത്തിരിയുന്നു. അടുത്തടുത്ത് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി അള്ളാന്റെ റസൂലാണ് കാണുന്നത്. റസൂൽ അവിടെ എത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് ഏതൊരു റസൂലിനെ സംരക്ഷിക്കാനാണോ ഓടിയത്, ആ റസൂൽ അവിടെ സ്വഹാബത്തിന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. സ്വഹാബത്തിനെ കണ്ട റസൂലുള്ള കുതിരയോടിച്ച് സ്വഹാബത്തിന്റെ നേരെ വന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട സ്വഹാബികളെ, അവിടെ കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ നോക്കി, നിങ്ങൾ ഈ ഈമാന്, ഇത് റസൂലുള്ളാന്റെ മസിൽ പവറല്ല, ഈമാനിന്റെ കരുത്ത്. ഏത് പ്രതിസന്ധിയിലേക്കും ഈമാന് കൊണ്ട് നേരിടാൻ കഴിയുന്ന കരുത്ത് നമ്മുടെ കരങ്ങളിലുണ്ടോ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിജയിക്കുന്നത്. ഏത് തോന്നിവാസത്തെയും ചെറുക്കാൻ വേണ്ടി, ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ആദർശം കൊണ്ട് നേരിടുന്ന ഈമാനികമായ കരുത്ത് നമുക്ക് വേണം. ആ ഈമാനിനെയാണ് അള്ളാഹു നമ്മളിൽ ശേഖരിച്ചു വെക്കാൻ കൽപ്പിച്ച ഈമാൻ, നമ്മുടെ കൽബിൽ ചേർത്തു വെക്കാൻ കൽപ്പിച്ച ഈമാൻ. അതെ, ഈ കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിർത്തിയപ്പോ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക്, അതേ ആ കുന്തത്തിന്റെ മുന്നിൽ, അമ്പിന്റെ മുന്നിൽ പിടിച്ചുകെട്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ചോദിച്ചില്ല, റസൂലേ, പിന്നെ ഇബ്രാഹിം താങ്കളൊന്ന് പറഞ്ഞാൽ മതി, അള്ളാഹു എനിക്ക് അനുവാദം തന്നാൽ ഈ കാണുന്ന ആളിക്കത്തുന്ന തീയിനെ കെടുത്താൻ എന്റെ ചിറകുകൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അള്ളാഹു എനിക്ക് അനുവാദം നൽകിയാൽ മതി, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, വനിഅമൽ വകീൽ. ഈ ദൃഢമായ വിശ്വാസം നമ്മുടെ കൈകളിൽ ഉണ്ടോ സഹോദരങ്ങളെ? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക്, ഒരു ചെറിയ പ്രയാസം അനുഭവിക്കുമ്പോഴേക്ക് ഈമാൻ ഒലിച്ചു പോകുന്നതല്ല. ഒരു വിശ്വാസിയുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കരുത്തോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈമാനിനെ മുറുകെ പിടിച്ചു പോകേണ്ടതാണ്. ഉഹദിന്റെ ഭൂമിയിലെ ചരിത്രം നമുക്കറിയാം. ഉഹദിന്റെ ഭൂമിയിൽ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികൾ യുദ്ധത്തിൽ നിന്ന് റസൂല് നിർത്തിയ സ്ഥലത്തുനിന്ന് തിരിഞ്ഞു പോകുന്ന സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പോന്ന് ഉഹദിന്റെ ഭൂമിയിൽ മുസ്ലിങ്ങൾ നിർത്തിയ സ്ഥലത്തു നിന്ന് പോന്നപ്പോ അതുവഴി ശത്രുക്കൾ കയറി വന്ന് മുസ്ലിങ്ങളെ ആക്രമിച്ച രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. വിജയത്തിന്റെ ഉന്നതിയിലെത്തിയ യുദ്ധഭൂമി പരാജയത്തിലേക്ക് തിരിച്ചു പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഞങ്ങൾ വിജയിച്ചു എന്ന അഹങ്കാരത്തിന്റെ ധ്വനി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന്, അന്ന് അബൂ സുഫിയാൻ ശത്രുപക്ഷത്താണ്, അബൂ സുഫിയാൻ ശത്രുപക്ഷത്ത് നിന്നിട്ട് വിളിച്ചു പറയാണ്, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓരോ ഡയലോഗുകൾ ഇങ്ങനെ പുറപ്പെടുവിക്കുക. അബൂ സുഫിയാൻ ഓരോ വാക്കുകൾ ഇങ്ങനെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് പുച്ഛിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബികളൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് നോക്കിയിട്ടാണ് അബൂ സുഫിയാന്റെ ഈ ഡയലോഗ്. അബൂ സുഫിയാൻ പറയുന്ന ഓരോ വാക്ക് കേൾക്കുമ്പോഴും ഇരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എണീക്കും തിരിച്ചു പ്രതികരിക്കാൻ. ഇത്തിരി പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ അവിടെ പിടിച്ചിരുത്തും. ഓരോ വാക്ക് പറയുമ്പോഴും പിടിച്ചിരുത്തും. ആ വാക്കുകൾ പറയുന്ന വാക്കുകൾ ചരിത്രത്തിൽ കാണാം. ആ കൂട്ടത്തിൽ അബൂ സുഫിയാനിന്റെ നാവിൽ നിന്ന് വന്ന ഒരു വാക്ക്, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്. ലാത്ത മനാത്ത ഉസ്സ എന്നൊക്കെ പറയണേ ആ വിഗ്രഹം, ആ ദൈവങ്ങൾ, ആയി ശത്രുക്കൾ കണ്ടിരുന്ന അല്ലെങ്കിൽ മുശ്രിക്കുകൾ കണ്ടിരുന്ന ആ ഉസ്സയെ അവർ കാവൽക്കാരനായി സ്വീകരിച്ചിട്ട് അവർ പറയുന്ന വാക്യതാണ്, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട് സംരക്ഷകനായി, വല ഉസ്സ ലക്കും, നിങ്ങൾക്ക് ഉസ്സയില്ലല്ലോ.
സംരക്ഷണത്തിന് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മറേ അതിന് പറ മറുപടി. അതിനാണ് മറുപടി പറയേണ്ടത്. ആദർശത്തിന് കൃത്യമായി മറുപടി കൊടുക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോ ഇരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് അന്ന് ശത്രുക്കളുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. സഹോദരങ്ങളെ, ഏത് ഘട്ടത്തിലും അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് മൗലയായി, ഞങ്ങൾക്ക് സംരക്ഷകനായി അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്. വലാ മൗലാ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു മൗലയായി സംരക്ഷകനായി അല്ലാഹു ഇല്ലല്ലോ നിങ്ങളുടെ കൂടെ എന്ന കൃത്യമായ മറുപടി ശത്രുക്കളുടെ കൽബിലേക്ക് തറക്കുന്ന രൂപത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് പ്രതികരണം വന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ കണ്ടുപോയ ഒരുപാട് ചരിത്ര ഭൂമികളിലെ സഹോദരങ്ങളെ കയമ്പുകളാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ സഹോദരങ്ങളെ എന്തെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നു. ഇപ്പൊ നോക്കി, നമ്മുടെ നാട്ടില് സുംബ ഡാൻസിന്റെ ചരിത്രം ഇന്നിങ്ങനെ അലയൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയ, കുട്ടികളെ കൊണ്ട് ലഹരി പോകാൻ വേണ്ടി ഡാൻസ് ആടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിവരക്കേടിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഉണ്ടാവില്ല അല്ലേ? എന്നിട്ട് അതിന്റെ ചർച്ച വരുമ്പോ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തുകളെയും മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നവരുടെ നാവുകളിൽ നിന്ന് പോലും എന്തിനാപ്പ നമ്മളതിനെ എതിർക്കണതാ, നമ്മളെന്തിനാ അതിനെ എതിർക്കണതാ? നമ്മുടെ ആദർശം എവിടെ പോയി? നമ്മുടെ ആദർശത്തിന്റെ ആ ഒരു ധീരത എന്ന് അവകാശപ്പെട്ടിരുന്ന അവകാശങ്ങൾ എവിടെ പോയി? അത് വെറുതെ നാവുകൊണ്ട് പറയാനുള്ളതല്ല. ഏത് പ്രതിസന്ധിയിലും ചങ്കൂറ്റത്തോടുകൂടി നിൽക്കാനുള്ളതാണ്. ആദർശത്തെ ആരുടെ മുന്നിലും പണയം വെക്കാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആഖിറം, നമ്മുടെ പരലോകം നമുക്ക് വിജയത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗങ്ങളിലും സഹോദരങ്ങളെ നമുക്ക് പാഠമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ സമ്മാനിക്കുന്ന മുഹറത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ത്യാഗത്തിന്റെ കഥകളുമൊക്കെ നമ്മൾ കേട്ട് ശീലിച്ചവരാണ്. ഈ കഥകളൊന്നും വെറുതെ കേട്ടുപോകാനുള്ളതല്ല. അവരൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിനു വേണ്ടിയാണ് ആ ത്യാഗം സഹിച്ചതെങ്കിൽ നമ്മളും നമ്മുടെ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടും സമയം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു, സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു വിശ്വാസി ഒന്നാമതായി അവന്റെ വിശ്വാസത്തിൽ തകരാറുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. വിശ്വാസത്തിൽ ആരുടെ മുന്നിലും. റസൂലുള്ളാഹിക്ക് മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന, ഹിജ്റ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താ? നാടുവിടാൻ പൂതി ഉണ്ടായിട്ടാ? നാട് വിട്ടു പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടാ? അല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലുണ്ട്. റസൂലുള്ള പോകുന്ന സമയത്ത് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക്, മക്ക, നിന്നെ വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഈ മക്കയിലുള്ള ആളുകൾ എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെട്ട് പറഞ്ഞത് ചരിത്രത്തിൽ കാണാം അല്ലേ? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദീനിനു വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി നോക്കൂ, സ്വന്തം നാട് വിട്ടുപോയവർ, സമ്പത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നവർ, ആരോഗ്യം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടി വന്നവർ, ഇവരൊക്കെ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ചവരാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതിനൊക്കെ ആഗ്രഹമുള്ള, അതിനൊക്കെ പ്രവർത്തിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണമാകുമ്പോൾ, അല്ലെങ്കിൽ ദാറുൽ അർഖമിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് മദീനയിലേക്ക് ദഅവത്തിനെ ലക്ഷ്യമാക്കി ഇറങ്ങിപ്പുറപ്പെടുന്ന മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മഹാനായ മുസ്അബ് മുശ്രിക്കുകളുടെ പക്ഷത്തു നിന്നിരുന്ന അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു വസ്ത്രം മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന സമ്പന്നനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു.
ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മുസഅബ് റളിയല്ലാഹു അൻഹു മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റും. അത്ര സമ്പത്തുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. വസ്ത്രം രാവിലെ ഒന്നാണെങ്കിൽ ഉച്ചക്ക് വേറൊന്നാണ്, വൈകുന്നേരം വേറൊന്നാണ്, രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു വസ്ത്രമാണ്. അന്ന് അങ്ങനെ വസ്ത്രം ധരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് എത്രത്തോളം ഉണ്ടാവും? അങ്ങനെ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന മുസഅബ് റളിയല്ലാഹു അൻഹു ദീനിന്റെ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വരുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. മക്കയിൽ മുഹമ്മദ് എന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. ആരാണ് മുഹമ്മദ്? ഉമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ ദൈവങ്ങളൊക്കെ ഒറ്റ ദൈവമാണെന്ന് വാദിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ വലയിലെങ്ങാനും എൻ്റെ മോന് പെട്ടുപോകരുത് കേട്ടോന്നാ. മുഹമ്മദിന്റെ വലയിലെങ്ങാനും എൻ്റെ പൊന്നുമോന് പെട്ടുപോകരുത് കേട്ടോന്നാണ്. മഹാനായ മുസഅബ് റളിയല്ലാഹു അൻഹു ഒന്ന് ഉമ്മാനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, മുഹമ്മദ് നബി പറയുന്നൊരു ഏകദൈവ വിശ്വാസവും മുഹമ്മദ് നബി പറയുന്നൊരു പരലോകവുമാണ് സത്യമെങ്കിൽ ഉമ്മ നമ്മുടെ ഗതി എന്താണെന്ന് ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ മുസഅബ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് കയറി വന്നു. അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട് അതാണെന്ന് റസൂലുള്ളാഹിന്റെ ഓഫീസ്. വിരലിലെണ്ണാവുന്ന സ്വഹാബികളുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കയറി വരികയാണ് മുസഅബ് റളിയല്ലാഹു അൻഹു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. മക്കയിലെ സമ്പന്നനാണ് തിരിച്ചു വന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ചരിത്രം നമുക്കറിയാം. തുടിച്ചു നിൽക്കുന്ന മുസഅബിന്റെ കവിൾത്തടം, വിരിഞ്ഞു നിൽക്കുന്ന മുസഅബിന്റെ നെഞ്ചകം. മുസഅബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്ത് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നുപോയാൽ രണ്ട് ഭാഗത്തും ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. എന്തിനറിയോ? മുസഅബിനെ കാണാൻ വേണ്ടി. അദ്ദേഹം ഒരു അത്തർ പൂശിയാൽ ആ അത്തറിന്റെ ഗന്ധം ദൂരെയുള്ള ആളുകളുടെ മൂക്കിലേക്ക് തുളക്കുമായിരുന്നു. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് അങ്ങനെയുള്ള പിന്നെ ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തി ദാറുൽ അർഖമിലേക്ക് കയറി വന്ന് ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നൊരു ദിവസം, മദീനയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തെ ലക്ഷ്യം വെച്ച് പോകാൻ ആരുണ്ട്? സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ പോയിക്കോളാം നബി. മദീനയിലേക്ക് ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ഞാൻ പോകാം. മദീനയെ ലക്ഷ്യം വെച്ച് പോകാമെന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര അയക്കുകയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക്. ഒട്ടനവധി സ്വഹാബികൾ മദീനത്ത് ദഅവത്ത് നിർവഹിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ മദീനയെ ലക്ഷ്യം വെച്ച് പോകുന്ന, മദീനയെ മാറ്റുന്നിടത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പങ്ക് ചെറുതല്ല. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ റസൂലിനോട് ചോദിക്കുന്ന ചോദ്യം, റസൂലെ, ഞാൻ പോയാൽ പകരം നിങ്ങൾ എന്ത് തരും? റസൂലുള്ള പറഞ്ഞ വാക്ക്, പകരം സ്വർഗം തരും മുസ്അബേ, പകരം സ്വർഗം തരാം മുസ്അബേ. മദീനയെ ലക്ഷ്യം വെച്ച് മുസ്അബ് റളിയല്ലാഹു അൻഹു പോയി. ദഅവത്തിന്റെ ഏറ്റവും മനോഹരമായ ചരിത്രം മദീനത്ത് നിർവഹിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് 2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്ന ചരിത്രങ്ങളുണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ. അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് ഉഹദിന്റെ ഭൂമിയിലാണ്. ഉഹദിന്റെ ഭൂമിയിലാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ഉഹദ് കഴിഞ്ഞിട്ട് കമിഴ്ന്നു കിടക്കുന്ന ഒരു ശരീരം കണ്ടു ഉഹദിന്റെ ഭൂമിയിൽ. അത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ പതുക്കെ ഓരോ സ്വഹാബികളെയും നോക്കി വരുമ്പോ മുസ്അബിന്റെ ചാരത്തെത്തിയപ്പോ 2 മുട്ടുംകാലും കുത്തി റസൂൽ അവിടെ ഇരുന്നു. 2 മുട്ടും കുത്തി റസൂൽ അവിടെ ഇരുന്നു. കമിഴ്ന്ന് കിടക്കുന്ന മുസ്അബിനെ ഹബീബായ റസൂലുള്ള കയ്യിലേക്ക് മലർത്തി കിടത്തി. ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകളുടെ സ്ഥാനത്ത് ചോരക്കുഴികൾ കണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. പല്ല് പൊട്ടിയ റസൂൽ കരഞ്ഞാൽ സ്വഹാബികളുടെ കൽബ് വേദനിക്കുമെന്ന് പോലും റസൂൽ മറന്നു പോകുമാറ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പിയത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉഹദിന്റെ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മുസ്അബേ, മണിക്കൂറുകൾ കൊണ്ട് ആളുകൾ നിന്നെ കാത്തിരുന്നിരുന്നൊരു കാലഘട്ടത്തെ ഞാൻ ഓർക്കുകയാണ്. ആ സ്ഥാനത്ത് ചോരക്കുഴികളാണല്ലോ മുസ്അബേ കാണുന്നത്. അള്ളാഹു നിനക്ക് സ്വർഗം നൽകട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാണ്, റസൂലേ, കഫൻ പുടവല്ല നബിയെ, മുസ്അബിനൊന്ന് കഫൻ ചെയ്യാൻ ഒരു കറുത്ത പുതപ്പിന്റെ കഷ്ണമാണുള്ളത്. തല മറച്ചാൽ കാല് പുറത്താൻ, കാല് മറച്ചാൽ തല പുറത്താൻ. എന്തു ചെയ്യണം? തല മറച്ചാൽ പുറത്തു പോകുന്ന കാൽഭാഗം ഞങ്ങൾ എന്തു ചെയ്യണം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലഭാഗം ആ പുതപ്പിന്റെ കഷ്ണം കൊണ്ട് മറച്ച്
കാലിന്റെ ഭാഗം പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിയാനുള്ള കൽപ്പന ഹബീബായ റസൂലുള്ള നിർവഹിച്ചിട്ട് ആത്മഗതം പോലെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പൊന്നു മുസ്തഫേ, മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന നിനക്ക് പകരം ഒരു കഫൻ പുടവ തരാൻ ഇന്ന് മുഹമ്മദിന്റെ കയ്യിലില്ലല്ലോ എന്നോർക്കുമ്പോ സങ്കടമുണ്ട് മുസ്തഫേ, ദുഃഖമുണ്ട് മുസ്തഫേ എന്ന് ഹബീബായ റസൂൽ ആത്മഗതം പോലെ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയെ ഉഹുദിന്റെ ഭൂമിയിൽ തന്നെ, ആ ഭൂമിയിൽ തന്നെ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കൂ നിങ്ങൾ, ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കേണ്ടത് എന്തുണ്ട് സഹോദരങ്ങളെ? അള്ളാന്റെ ദീനിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തനം എന്തുണ്ട് എന്റെ കരങ്ങളിൽ എന്ന് നമുക്ക് പറയാൻ എന്താണുള്ളത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ ചോദിക്കുന്നൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. അല്ലാഹു നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ കൽബിനോട്, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ആലോചിച്ച് നോക്കി, ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരാൻ നമുക്ക് നേരല്ല, ഒരു ദഅവത്തിന്റെ പണിക്ക് വിളിച്ചാൽ ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് സമയമില്ല, പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് വരാൻ നമുക്ക് നേരമില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗം, നമ്മൾ കൊതിക്കുന്നുണ്ട് സ്വർഗം. നമ്മുടെ മനസ്സിനോട് നമ്മൾ നിരന്തരം ആ സ്വർഗത്തെ കൊതിക്കുന്നവരാണ്. പക്ഷേ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നിടത്ത് നമ്മൾ പിന്നിലാണോ സഹോദരങ്ങളെ? നമ്മൾ പരിശോധിക്കുക. വിശ്വാസം ശരിപ്പെടുത്തുന്നതോടൊപ്പം അമലുകളെയും നന്നാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇബാദത്ത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കുക. വിശ്വാസം നന്നായി ഇബാദത്ത് ജീവിതത്തിൽ സജീവമായി നേടിയെടുത്താൽ നമുക്കതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ നോക്കൂ. അല്ലാഹു പറഞ്ഞത്, സരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നാ, സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടോ, നിങ്ങൾ ധൃതി കാണിച്ചു വന്നോ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വന്നോ. ആ ധൃതിപ്പെടൽ എങ്ങനെ? വിശ്വാസം നന്നാക്കി കർമ്മങ്ങൾ സജീവമാക്കുക. നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ അലസതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാവേശത്തോടെ, ഒരു ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ഉന്മേഷം, ഒരു ആവേശവും നേടിയെടുക്കാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. ആ രൂപത്തിൽ ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എന്താ കാരണം എന്നറിയോ? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ വിളിക്കുന്നു എന്നാണ്. എങ്ങട്ടാ വിളിക്കണത്? ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അല്ലാഹു വിളിക്കുന്നു. ഇവിടെ കലാപങ്ങൾ ഉണ്ടാവാം, ഇവിടെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴോ അത് ദാറുസ്സലാമാണ്, സമാധാനത്തിന്റെ ഭവനമാണ്. അവിടെ പീഡനങ്ങളില്ല, അവിടെ കുത്തുവാക്കുകളില്ല, അവിടെ ആക്ഷേപത്തിന്റെ വർത്തമാനങ്ങളില്ല. ആ ഒരു ഭരണാധികാരിയും, അല്ലാഹു അല്ലാത്തൊരു ഭരണാധികാരിയും നമ്മളെ ഭരിക്കാനില്ല. അവിടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ സമാധാനത്തിന്റെ ഭവനത്തിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും, ഇവിടെ നമ്മൾ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൽ ചെറുതും വലുതുമായി അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് സുബറോടുകൂടി, ക്ഷമയോടുകൂടി ആദർശത്തിൽ നിലകൊള്ളുന്നവർക്കാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയമുള്ളത് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ വിശ്വാസം ശരിപ്പെടുത്തുക, കർമ്മങ്ങൾ നന്നാക്കുക, അതിന്റെ കൂടെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. സുഹൃത്തുക്കളെ, സകല ഹറാമുകളോടും വിട പറയുന്ന ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു കാര്യം അള്ളാഹു നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത് ഹറാമാണെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഹറാമിനോടൊരു അഴകുഴമ്പൻ സമീപനം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല.
പലിശക്ക് വാങ്ങരുത്, പലിശ കൊടുക്കരുത്. അക്കിലുർ റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈ ഖലഹും സവാ. പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും അതേ അതിന് വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൈയെഴുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഹും സവാ, എല്ലാവരും ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പലിശന്റെ വിഷയത്തിൽ ഉപദേശിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേരകള് എന്തപ്പ ചെയ്യാ? പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും അതേ അതിന് വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൈയെഴുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഹും സവാ, എല്ലാവരും ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പലിശന്റെ വിഷയത്തിൽ ഉപദേശിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേരകള് എന്തപ്പ ചെയ്യാ? പലിശ ഒന്നും വാങ്ങാതെ ലോൺ എടുക്കാതെ ഒന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെയാണ് പോകാൻ പറ്റുമോ? എനിക്കൊരു വീട് വേണ്ടേ, നല്ലൊരു വാഹനം വേണമെങ്കിൽ ഇന്ന് ലോൺ എടുക്കണ്ടേ? ഇതിനൊക്കെയുള്ള പൈസ എൻ്റെ അടുത്ത് അവിടെ. നമ്മളെ എതിർത്താലോ? എതിർത്താ പറയുന്ന കൊണ്ട നമ്മളോടാ കായ് വയ്ക്കുക. മനസ്സിലായോ? വയലറിയണോ? ഓരോരുത്തരും ആൾക്കാരെ പ്രശ്നങ്ങൾ തീർക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ലല്ലോ. ദീനെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഉൾക്കൊണ്ട് ജീവിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ നമ്മളായിട്ടൊരു ന്യായം കണ്ടെത്തി ഹറാമുകൾക്ക് വെള്ളപൂശുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നൊരു വിചാരം നമ്മുടെ കൽബിലുണ്ടായാൽ മതി. ഒരു ഹറാമിനോടും സഹോദരങ്ങളെ നമുക്ക് അഴകഴമ്പൻ സമീപനം പാടില്ല. ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗീതം, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന വിനോദ വാർത്തകളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്. അവിടെ വിനോദ വാർത്ത ഏതാ? അവിടെയുള്ള വിനോദ വാർത്ത സഹോദരങ്ങളെ സംഗീതമാണ്, വാദ്യോപകരണങ്ങളാണ്, മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയുള്ള ജീവിതമാണ് നമ്മുടേതെന്ന് എല്ലാ അർത്ഥത്തിലും. ഒരു ഭാഗത്ത് പലിശയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിൽ അല്ലാഹു ശിക്ഷ ഇറക്കും. എങ്ങനെയുള്ള ശിക്ഷ? വ്യത്യസ്ത രൂപത്തിലുള്ള ശിക്ഷ ഇറക്കും. ആ നാട്ടുകാർ അല്ലാഹ്ക്ക് അനുവാദം കൊടുത്തതുപോലെയാണ്. ഏത്? രണ്ട് കാരണങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട്. വ്യഭിചാരവും പലിശ ഇടപാടും ഒരു നാട്ടിൽ അധികരിച്ച് കണ്ടാൽ ആ നാട്ടുകാരെ അല്ലാഹ് പിടികൂടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലേ? വ്യഭിചാരം നിന്ന് അത്ര സിമ്പിളാണ്. അതിലൊന്നും വലിയ പ്രയാസമായി നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് തോന്നണില്ല. പെണ്ണും വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം? ഓല് കഴിച്ചോട്ടെ. ആണും അവരുടേതായ ജീവിതം നയിച്ചാൽ എന്താ കുഴപ്പം? അവരങ്ങനെ നടന്നോട്ടെ. അല്ലേ? എല്ലായിടത്തും ഒരു അയകൊയമ്പൻ സമീപനം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് പോലും അത്തരം സ്വരങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാന് പറയാ, നമ്മളിപ്പോ എന്തിനാ അതിനെ എതിർക്കാൻ പോണ്? അത് നമ്മളെ വർത്താനം. എവിടെ നമ്മൾ വിജയിക്കുക? എവിടെ നമ്മൾ രക്ഷപ്പെടുക? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു ഓരോ തലമുറകൾ നശിച്ചു പോകാനുള്ള കാരണങ്ങൾ എണ്ണിപ്പഠിപ്പിച്ച പാപങ്ങൾ പോലും നമ്മുടെ വീട്ടിന്റെ ഉള്ളുകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലേ സഹോദരങ്ങളെ? എല്ലാം ഒരു നിസ്സാരവൽക്കരിക്കുന്ന കാലമായി കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു നിസ്സാരയിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആണും പെണ്ണും കൂടിക്കലർന്നാൽ എന്താ ഇപ്പൊ കുഴപ്പം? നമ്മളെ ഇനി എതിർക്കാൻ പോണ്ടാന്ന്. അത്തരം ഒരു കാലം വരുമ്പോ അള്ളാഹു ആ നാട്ടിലേക്ക് ശിക്ഷ ഇറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവരുടേതായ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുന്നിടത്ത്, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നിടത്ത് നമ്മുടെയൊക്കെ പങ്ക് ചെറുതല്ല. ഒരു പള്ളിക്കമ്മിറ്റി പങ്കുവഹിക്കേണ്ട മേഖലകളിൽ പള്ളിക്കമ്മിറ്റി പങ്കുവഹിക്കേണ്ട വേണം. മനസ്സിലായോ? നാട്ടിലൊരു ആർഭാടമായി അല്ലെങ്കിൽ ഒരു തോന്നിവാസത്തിന്റെ ആഘോഷങ്ങളോടൊരു വിവാഹം നടക്കുന്നുവെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റിക്ക് തീരുമാനം എടുത്തൂടെ? നമുക്കതിനോട് യോജിക്കാൻ പറ്റൂല എടുത്തൂടെ? ഒരു ഖതീബ് എടുക്കേണ്ട നയങ്ങൾ ഖതീബ് എടുക്കണം. ഒരു സംഘടനയെ ഭരിക്കുന്ന നേതാക്കന്മാരെടുക്കേണ്ട നയം
ആ നേതാക്കന്മാരെടുക്കണം. അപ്പോഴേ സമൂഹം നന്നാകുള്ളൂ. അതാത് ഭരണ ചക്രം കറക്കുന്ന ആളുകൾ അതാത് ഒരു വാപ്പ വീട്ടിൽ വാപ്പാന്റെ പണി എടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ? ഒരു വാപ്പ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ദീനനുസരിച്ച് വളർത്തേണ്ട, ഇസ്ലാമിനെ അല്ലെങ്കിൽ ധാർമ്മികതയോടെ വളർത്തേണ്ട ചുറ്റുപാടിൽ വളർത്തേണ്ട പിതാവ് അതിലൊരു അലസത കാണിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താ? സ്വാഭാവികമാണ്, ആ കുടുംബം നാശാവും, ആ കുടുംബം നമ്മുടെ കയ്യിൽ നിന്ന് പോവും, ഉറപ്പല്ലേ? എന്നതുപോലെ ഓരോ മേഖലയിൽ ഇരിക്കുന്നവർക്കും അതാത് സ്ഥാനത്തിരിക്കുന്നവർക്ക് അതാത് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോ ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുക. അതിൻ്റെ കൂടെ സഹോദരങ്ങളെ, ധാർമ്മികമായ ഒരു ചിന്തയിൽ നമ്മളും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു സ്വകാര്യ ജീവിതത്തെടുത്ത് പരിശോധിച്ച് നോക്കി. സ്വകാര്യ ജീവിതം നന്നാകുമ്പോഴാണ് പരസ്യ ജീവിതത്തെ അല്ലാഹു നന്നാക്കി തരുള്ളൂ. സ്വകാര്യ ജീവിതം നന്നാവുമ്പോഴാണ് പരസ്യ ജീവിതത്തെ അല്ലാഹു നന്നാക്കി തരുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ കയ്യിൽ മൊബൈലുണ്ട്, ഫേസ്ബുക്കാണ് തുറന്നാൽ പിന്നെ ഇങ്ങനെ നീക്കല അല്ലേ? ആദ്യം കണ്ട ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഖിറാഅത്ത് അതൊന്ന് കേൾക്കാൻ കരുതി അതിമൊന്ന് ടച്ച് ചെയ്തതാണ്. അതൊരു പകുതി ആകുമ്പോഴത്തേന് നീക്കി അല്ലേ? അടുത്തത് കണ്ടു, പിന്നെ കണ്ടു, പിന്നെ കണ്ടു, പിന്നെ കാണണമൊക്കെ എന്തായിരിക്കും? നല്ലതാകുമോ? യോജിച്ചതാകുമോ? അല്ലേ? ഒരു ജാഹിലിയ കാലഘട്ടം എല്ലാവർക്കും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ജാഹിലിയത്ത്, ആ ജാഹിലിയത്തിൽ കണ്ട ഒരു തോന്നിവാസം നമുക്ക് ആനന്ദമായി ശൈത്താൻ നമ്മുടെ കണ്ണിന് കുളിരായി തോന്നിക്കാം. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ അതിന്റെ ബാക്കി കാണണം തോന്നും, അടുത്തയിലേക്ക് പ്രവേശിക്കണം തോന്നും, പിന്നെ അതിന്റെ ബാക്കികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ മറിയാൻ തുടങ്ങും. അതിങ്ങനെ തുടരെയായി അനുഭവിച്ചാൽ പിന്നെ തിന്മയുടെ ആഴത്തിലേക്ക് നമ്മളത് പോവുകയാണ് ചെയ്യുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയഅലമു ഖായിനത്തൽ ലഗ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. വയഅലമു ഖായിനത്തൽ ലഗ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു ആരാണ്? നിന്റെ കൽബിൽ നീ ഒളിപ്പിച്ചു വെച്ചതിനെയും നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുന്ന കട്ടുനോട്ടങ്ങളെയും അറിയുന്നവനാണ് അല്ലാഹ്. അവനാണ് റബ്ബ്. അതുകൊണ്ട് ആ അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയുകയും പഠിക്കുകയും ആ റബ്ബ് പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മൾ ക്രമീകരിക്കുക. അല്ലാഹ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിചാരം, സഹോദരങ്ങളെ, എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിന് എപ്പോഴും തോന്നുക. സമാനമായി എല്ലാ തിന്മകളും ഒരു ലഹരി ഉപയോഗിക്കുക. നമ്മളെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ സിന്തറ്റിക് ലഹരികൾ വരെ നമ്മുടെ വീടുകളിലെ മക്കൾ ഉപയോഗിക്കുന്നത് പല മാതാപിതാക്കളും അറിയണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? വാപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കണ വാപ്പാക്ക് MDMA ഉപയോഗിക്കണ മകനെ ഉപദേശിക്കാൻ പറ്റുമോ? പറ്റൂല. അതിന് ധാർമ്മികമായ അവകാശം ആ വാപ്പാക്കില്ല. കാരണം വാപ്പ തെറ്റ് ചെയ്യുന്നു. വാപ്പയും ഉപയോഗിക്കുന്നത് ലഹരിയാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഉപയോഗിക്കുന്ന ലഹരിയോട് എതിര് പ്രഖ്യാപിക്കാൻ കഴിയണില്ല എന്നുള്ളതാണ്. പിന്നെന്താരോ, ഈ പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ന്യായം കണ്ടെത്തിയിട്ടുണ്ട്. അത് പെട്ടെന്ന് നിർത്താൻ പറ്റൂല. അത് നമ്മൾ കണ്ടെത്തിയൊരു ന്യായ. അത് ശൈത്താൻ നമുക്ക് തോന്നിച്ചൊരു ന്യായീകരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മദീനത്ത് ഇറങ്ങി അന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വഹാബത്ത്. എവിടെ? കള്ള് ഷാപ്പില്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സപ്ലൈ ചെയ്യുന്ന അബൂ തുൽഹത്തുൽ അൻസാരിയുടെ കടയിൽ സ്വഹാബികൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദീനയുടെ തെരുവിലൂടെ ഒരു കൊച്ചുബാലൻ ആയത്തോതിയിട്ട് ഓടുന്നത്. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ടേ, ഇന്നമൽ ഖംറു, ലഹരി, ഖംർ എന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല, മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ലഹരിയുണ്ടാക്കുന്ന സകലതും ഖംറാണ്. ആ ഖംർ
അതേപോലെ തന്നെ ലോട്ടറി, ചൂതാട്ടം, ഇതൊക്കെ പൈശാചികമാണെന്നുള്ള ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഓടുക, നിങ്ങൾക്ക് നിഷിദ്ധമാക്കി എന്ന ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ അബൂ തൽഹത്തുൽ അൻസാരി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, ആ ഒരു കുട്ടി എന്തോ ഒരു ആയത്ത് ഓതിയിട്ട് ഓടുന്നുണ്ട്, ഒന്ന് ചെന്ന് നോക്ക്. റസൂലുള്ളാഹിന്റെ വഹയിനെ പരസ്യപ്പെടുത്തുന്ന ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ട് അനസ് റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടി, തിരിച്ച് വീട്ടിലേക്ക് ഓടി വരിക, അബൂ തൽഹാന്റെ കടയിലേക്ക് ഓടി വരാൻ. ഈ ആയത്ത് കേട്ടിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, അബൂ തൽഹ, കച്ചവടം നിർത്താൻ സമയമായി, ഈ പരിപാടി നിർത്താൻ നേരായി. മദ്യം ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ട്. ഈ വാചകം കേട്ടപ്പോഴേ ഉണ്ടാക്കി വെച്ചത് തീരട്ടെ എന്ന് തീരുമാനിച്ചില്ല. ഇരിക്കുന്നിടത്തുനിന്ന് അബൂ തൽഹത്തുൽ അൻസാരി ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അനസ് ബിൻ മാലിക്കിനോട് പറഞ്ഞു, അനസേ, മദ്യം നിറച്ചുവെച്ച ബീപ്പകൾ തച്ചുടക്കാനുള്ള ആയുധങ്ങൾ എടുക്കനസേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയുധങ്ങളെടുത്ത് മദ്യം നിറച്ചുവെച്ച ബീപ്പകൾ തച്ചുടക്കുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് അണ്ണാക്കിലേക്ക് കൈയിട്ടിട്ട് ഛർദിക്കാൻ തുടങ്ങി. അണ്ണാക്കിൽ കൈയിട്ട് ഛർദിച്ചു. ഖുർആനിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിതിൽ നിന്ന് വിരമിക്കാനായിട്ടില്ലേ, ഇതിൽ നിന്ന് പിന്മാറാനായിട്ടില്ലേ എന്നതാണ് റബ്ബിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് സ്വഹാബത്ത് നൽകിയ മറുപടി കാണാം. കള്ളു കുടിച്ചുകൊണ്ടിരുന്നവർ അണ്ണാക്കിൽ കൈയിട്ടിട്ടവർ പറഞ്ഞു, ഛർദിച്ചുകൊണ്ടവർ പറഞ്ഞു, ഇൻതഹൈനാ ഇൻതഹൈനാ ഇൻതഹൈനാ, ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു റബ്ബേ, ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു റബ്ബേ, ഇനി ഞങ്ങളുടെ കൈകൾ കൊണ്ട് മദ്യം തൊടുന്ന പ്രശ്നമില്ല നാദാ. ഇതായിരുന്നു സ്വഹാബികള്. ഈ സ്വഹാബത്ത് പോയ സ്വർഗ്ഗാണ് നമ്മളും കൊതിക്കുന്നത്. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹറാമാണെന്ന് വിധി പറഞ്ഞിട്ടുള്ള പുകവലിയോട് നമ്മുടെ സമീപനം എന്താ സഹോദരങ്ങളെ? ഹറാമായ പലിശയോട് നമ്മുടെ സമീപനം എന്താ സഹോദരങ്ങളെ? വൃത്തികെട്ട പ്രവർത്തനങ്ങളോട്, ഹറാമുകൾ കാണുന്നതിനോട് നമ്മുടെ സമീപനം എന്താണ്? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. സമ്പാദ്യത്തിൽ ഹറാമില്ല എന്ന് ഉറപ്പുവരുത്തുക, കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, കാതുകൾ കൊണ്ട് ഹറാമുകൾ കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ജീവിതത്തെ ഞാൻ കൃത്യമായി ഈ രൂപത്തിൽ ക്രമീകരിക്കുമെന്ന തീരുമാനത്തിലേക്ക് കടന്നു വരിക. എങ്കിൽ നമ്മുടെ പരലോകത്തെ നമുക്ക് വിജയത്തിന്റെ ഏറ്റവും നല്ല ഒരു ജീവിതമാക്കി നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തിയാലേ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. തീർന്നില്ല. ഇതൊക്കെ നന്നാക്കുന്നതിന്റെ കൂടെ ഖൽബ് നന്നാക്കണം, മനസ്സു നന്നാക്കണം. ഇതൊക്കെ നന്നാവണമെങ്കിൽ ആദ്യം മനസ്സു നന്നാവണം, അല്ലേ? മനസ്സിന്റെ ഉള്ളിൽ വാശി, അസൂയ, കുശുമ്പ്, പക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, രോഗങ്ങളൊക്കെ വെച്ചു പുലർത്തി നടക്കുന്ന മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് വിജയം ഉണ്ടാകുമോ സഹോദരങ്ങളെ? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖുർആനിന്റെ പ്രയോഗമാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആരാണോ ഹൃദയത്തെ നന്നാക്കിയത്, ശുദ്ധീകരിച്ചത്, അവർ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ തന്റെ കൽബിനെ മലീമസപ്പെടുത്തിയത്, അവർ പരാജയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് കൽബ് നന്നാക്കുക? എങ്ങനെയാണ് കൽബ് നന്നാക്കുക സഹോദരങ്ങളെ? കൽബ് നന്നാവണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതുപോലെ ജീവിതത്തെ ഒരുക്കാൻ നോക്കിക്കോ. ചില ആൾക്കാർ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, കുപ്പായം, നല്ല കുപ്പായം, നല്ല തുണി ഒക്കെ ആയാൽ ഓന്റെ ശരീരം നന്നായി നർത്തണ്ടോ? ഓന്റെ കൽബ് നന്നായി നർത്തണ്ടോ? ഇല്ല. നീണ്ട താടി വളർന്നു എന്നുള്ളത് കൊണ്ട് കൽബ് നന്നാകൂല. അതൊക്കെ ദീനിന്റെ അടയാളങ്ങളാണ്, ദീനിന്റെ ഷിആറുകളാണ്. അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വേണം. പക്ഷേ കൽബിൽ ശുദ്ധീകരിക്കണമെങ്കിൽ കൽബിൽ നൽകേണ്ട ചില തസ്കിയത്തുകൾ, ചില മാറ്റങ്ങൾ, അത് നമ്മൾ പരിശ്രമിക്കേണ്ട വേണം. വാശി, കുശുമ്പ്, അസൂയ, പക, വെറുപ്പ്, ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന ഈ സാധനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മനുഷ്യരാണ്, തെറ്റുകളുണ്ടാവും, തൗബ ചെയ്യുക, പരസ്പരം പൊരുത്തപ്പെടിക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക.
അങ്ങനെയൊക്കെ ജീവിക്കാനാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ മനുഷ്യരെ നിങ്ങൾ അറിയണം, വ ഇന്ന ഫിൽ ജസദി മുദ്ആ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ ശരീരത്തിലെ ആ മാംസകഷ്ണമെങ്ങാനും കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യന്റെ ഹൃദയം. ഹൃദയം നന്നായാൽ ശരീരം നന്നാവും. ഹൃദയം കേടുവന്നാലോ ശരീരം കേടുവരും. അതുകൊണ്ട് വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യോജിച്ചതല്ല. അള്ളാന്റെ റസൂലിനോട് ഒരു സഹാബത്ത് ചെന്ന് ചോദിക്കാണ്, അള്ളാന്റെ റസൂലെ അയ്യുന്നാസി അഫ്ളൽ, റസൂലെ ഏറ്റവും നല്ല മനുഷ്യനാരാ? നമുക്കൊക്കെ ഒരു വിചാരല്ലേ, ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലേ? ഈ ഹദീസ് കേട്ടിട്ട് തീരുമാനിക്കണം, എനിക്കത് പറയാൻ പറ്റുമോ, ഞാൻ ഇനി യോഗ്യനാണോ? ഈ ഹദീസ് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ്. റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, റസൂലെ ഏറ്റവും നല്ല മനുഷ്യനാരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, എല്ലാ മഖ്മൂമുൽ ഖൽബും എല്ലാ സദൂഖുൽ ലിസാനുമാണ് സ്വഹാബത്തെ. സ്വഹാബത്ത് പറഞ്ഞു, ചോദിച്ചു റസൂലിനോട്, യാ റസൂലല്ലാഹ്, സദൂഖുൽ ലിസാനു നഅരിഫുഹു, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. വമാ മഖ്മൂമുൽ ഖൽബ് യാ റസൂലല്ലാഹ്, മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്മൂമുൽ ഖൽബിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹിയ തഖിയു അന്നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബഗിൻ വലാ ഗില്ലത്തിൻ വലാ ഹസദ്, വലാ ഗില്ല വലാ ഹസദ്. എന്താ പറഞ്ഞറിയോ? അത്തഖിയ്യ്, ഒന്ന് മതബോധമുള്ള മനസ്സിന്റെ ഉടമ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ അതിൽ പെടും. രണ്ട്, അവന്റെ ഹൃദയം അത്തഖിയു അന്നഖിയു, അന്നഖിയു ലാ ഇസ്മ ഫീ, പവിത്രമാണ് ആ ഹൃദയം, പാപത്തിന്റെ കറകളില്ല, പാപം സ്പർശിച്ചിട്ടില്ലാത്ത ഹൃദയം. ലാ ഇസ്മ ഫീഹി വലാ ബഗിൻ വലാ ഗില്ലത്തിൻ വലാ ഹസദ്, വലാ ബഗിൻ, ഒരാളോട് അതിക്രമമോ അതിരുകവിയലോ ഇല്ലാത്ത കൽബ്. വലാ ഗില്ല, ആരോടും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്താത്ത മനസ്സ്. വലാ ഹസദ്, അസൂയയില്ലാത്ത മനസ്സ്. ഈ കൽബാണ് നല്ല മനുഷ്യരുടെ ക്വാളിറ്റി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ ക്വാളിറ്റിയും നമ്മളെ ക്വാളിഫിക്കേഷനൊക്കെ ഇത്തരം ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. എന്തോ നമുക്കൊക്കെ ഒരു ന്യായീകരണം വെച്ചരും, ഞാൻ ആരോടും എനിക്കോനോട് വെറുപ്പൊന്നുമില്ല, ഉണ്ടാവും, എന്നാലും നമ്മളെ വാക്കോട്ട് എന്താ പറയുള്ളൂ, വെറുപ്പൊന്നുമില്ല. അത് നമ്മളുണ്ടാക്കുന്ന ന്യായ. നമ്മുടെ കൽബറിയുന്നവൻ അല്ലാഹുവാണ്, നമ്മുടെ മനസ്സറിയുന്നവൻ റബ്ബാണ്. ആ റബ്ബിനറിയാം നമ്മുടെ കൽബിൽ ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണം, ഹൃദയം നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല. അൽ ഈമാനു വൽ ഹസദ്, ഈമാനും അസൂയയും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കൂലെന്ന. ഈമാനുള്ള ഹൃദയത്തിൽ അസൂയക്ക് സ്ഥാനമില്ല എന്നർത്ഥം. അസൂയയുണ്ടോ ആ കൽബിൽ ഈമാൻ പരിപൂർണമല്ല എന്നർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അസൂയും വെറുപ്പും പകയും വിദ്വേഷമൊക്കെ കൊണ്ട് നിർത്തുക, കൽബൊന്ന് നന്നാക്കുക, ഒന്ന് കഴുകുക. അതിനുള്ള മാർഗങ്ങൾ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പറഞ്ഞത് മുഹബ്ബത്തുല്ലാഹി വ റസൂലി, അള്ളാഹിനോടും റസൂലിനോടുള്ള ഹുബ്ബ് നിങ്ങളുടെ കൽബിൽ ഉണ്ടാക്കിയെടുത്താൽ ഇത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ കൽബിന്ന് പോകും. രണ്ട്, നമസ്കാരം മുറുകെ പിടിക്കുന്നവരാവുക. നിസ്കാരമുണ്ടോ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റും. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാണ് നിസ്കാരം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന്റെ കൽബിനെ അള്ളാഹു നന്നാക്കി തരും. അള്ളാഹു അത്തരക്കാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
നോക്കൂ നിങ്ങൾ, മറ്റൊരു മൂന്നാമത്തെ വിഷയം എന്താണെന്ന് ഞങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാനധർമ്മം അധികരിപ്പിക്കുക. ഖുദ് മിൻ അംവാലിഹിം സ്വതഖ തുതഹിറുകും വതുസക്കീഹിം ബിഹാ. ഖുദ് മിൻ അംവാലിഹിം സ്വതഖ, അവരോട് ദാനം ചെയ്യാൻ പറ നബിയെ അവരോട്. എന്തേ കാരണം? ഖുദ് മിൻ അംവാലിഹിം സ്വതഖ തുതഹിറുകും, അവർ ശുദ്ധീകരിക്കപ്പെടും. വതുസക്കീഹിം ബിഹാ, അവരും നന്നാകും, അവരുടെ കയ്യിലുള്ള സമ്പത്തും ശുദ്ധീകരിക്കപ്പെടും. എന്തുകൊണ്ട്? ദാനധർമ്മം കൊണ്ട്. ഓലെ കൽബും നന്നാകും, ഓലെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ദാനധർമ്മത്തിന്റെ മെച്ചം. നാലാമത്തെ വിഷയം എന്താ? നിങ്ങൾ പരിശുദ്ധ ഖുർആനുമായി കൽബിനെ ബന്ധപ്പെടുത്തുക. ഖുർആനുമായി നമ്മുടെ കൽബിനെ നമ്മൾ അടുപ്പിച്ചു നിർത്തുക. ഖുർആൻ ഓതുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക. കാരണം എന്തേ? ഖദ് ജാഅതുക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ശമനം നൽകുന്ന, ഹൃദയത്തിൽ അടഞ്ഞുകൂടിയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ശമനം നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഖുർആനാണ്. ആ ഖുർആൻ നമുക്ക് അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട്. ആ ഖുർആൻ നിരന്തരം ഓതുന്നവന്റെ കൽബ് അള്ളാഹു ശുദ്ധീകരിച്ചു തരും. ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളായി മാറുക, പരിശുദ്ധ ഖുർആനിനെ കേൾക്കുന്നവരായി മാറുക, ഖുർആനിനെ മനഃപ്പാടമാക്കുന്നവരായി മാറുക. അങ്ങനെ ഖുർആനുമായൊരു ബന്ധം കൽബിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായി മാറാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രധാനമാണ്. ഇതൊക്കെ പ്രധാനമാണ് സഹോദരങ്ങളെ. രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരലോകം വിജയിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബരംഗവും ശുദ്ധീകരിക്കപ്പെട്ടാലേ പരലോകത്ത് വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം കുടുംബം എന്നുള്ളതൊരു അമാനത്താണ്. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കൾ അമാനത്താണ്. ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാം. എന്നിട്ട് വൃത്തിയിലും വെടുപ്പിലും ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഭാര്യയുടെ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരും അല്ലാഹുവോട്. ഒരൊറ്റ കണ്ണുനീർ നമ്മുടെ ഭാര്യ, സഹോദരങ്ങളെ, എന്റെ അനാവശ്യമായ ഒരു ഇടപെടൽ കൊണ്ട്, എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് എന്റെ ഭാര്യയുടെ ഒരൊറ്റ കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് നിലംപതിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് അല്ലാഹുവോട് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അല്ലാഹു ചോദിക്കും നമ്മളോട്. നമ്മളെ കയ്യിലേക്ക് പിതാവ് ഏൽപ്പിച്ചു തന്ന, അല്ലെങ്കിൽ വലിയായി നിന്ന വ്യക്തി ഏൽപ്പിച്ചു തന്ന അമാനത്താണ് നമ്മുടെ ഭാര്യ. ആ ഭാര്യയുടെ കാര്യത്തിൽ ഗഫലത്ത് പറ്റൂല, അശ്രദ്ധ പറ്റൂല. സൂക്ഷ്മത ഉണ്ടാവണം, സുബ്ർ വേണം, ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നീ ഒരു വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം നീ കഴിക്കുന്നുവെങ്കിൽ നിന്റെ കൈ കൊണ്ട് നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നോക്കൂ നിങ്ങൾ, സ്നേഹത്തിന്റെയും അതേപോലെ തന്നെ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിന്റെയും ഒക്കെ മഹിമ അള്ളാന്റെ ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വിള്ളലില്ലാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. ഞാൻ ഏറ്റെടുത്ത എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ കുടുംബം. അത് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോകുന്ന ഒരു ഗ്ലാസ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. ഏത് നിമിഷം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അതിങ്ങനെ പളുങ്കുപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. വീഴ്ചയും വിള്ളലുമില്ലാതെ കൊണ്ടു നടക്കുക. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും നല്ല ബുദ്ധി കൊടുത്ത് ആ ചർച്ചകളൊന്നും, നമ്മുടെ കുടുംബത്തിന്റെ ആഴമേറിയ ചർച്ചകളൊന്നും പുറത്തേക്ക് ലീക്കാവാതെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം ശരിപ്പെടുത്തി ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരായി മാറുക. ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു നല്ല ഭാര്യ ആയി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നല്ല ഭാര്യ അള്ളാന്റെ റസൂല് അമാനത്തായി പഠിപ്പിച്ചതാണ്. നല്ല സ്നേഹമുള്ള ഭാര്യ, അതേപോലെ തന്നെ ഭർത്താവിന് സമാധാനം പകർന്നു കൊടുക്കുന്ന ഒരു ഭാര്യ, അനുസരണയുള്ള ഭാര്യ, ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ഭാര്യ, ഭർത്താവിന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ ഭർത്താവിനെ ഇടക്കിടക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഭാര്യ,
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ക്വാളിറ്റികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് ഒരു നന്മ ചെയ്താൽ ആ നന്മക്ക് നന്ദി കാണിക്കുന്ന സ്വഭാവമുള്ള ഒരു ഭാര്യയായി മാറണം. നന്ദി കെട്ട വാക്കുകൾ പ്രയോഗിക്കാതിരിക്കണം. ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാകണം. വാട്സപ്പിലും ഫേസ്ബുക്കിലും അന്യ പുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സമ്പ്രദായം ഭാര്യമാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് കുടുംബജീവിതത്തിന് പറ്റുന്ന ഏറ്റവും വലിയ തകർച്ചയാണെന്ന തിരിച്ചറിവ് ഉമ്മമാർക്ക് വേണം. അതുകൊണ്ട് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ, വാട്സപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു ഫോൺ കോൾ പോലും കൈകാര്യം ചെയ്യുന്നിടത്ത് റബ്ബിനെ സൂക്ഷിക്കുന്നവളായി ഒരു പെണ്ണ് മാറണം. സമാനമായി പുരുഷനും ആ ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ എണ്ണി 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 പറഞ്ഞ ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നവരായാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ട ഒരു മേഖലയാണ് കുടുംബമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതോടൊപ്പം മാതാപിതാക്കൾ, സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമ്മുടെ കരങ്ങളിൽ നിന്ന് ഉടഞ്ഞു പോകാൻ പാടില്ലാത്ത രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഉമ്മയും വാപ്പയും. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തിയുള്ളത്, അവരുടെ കോപത്തിലാണ് അള്ളാന്റെ കോപമുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഉമ്മയെ വെറുപ്പിക്കാതെ, വാപ്പയെ വെറുപ്പിക്കാതെ ഒരു നല്ല ജീവിത ശൈലി സഹോദരങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഒറ്റ ചരിത്രം മാത്രം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കൂ. റസൂലുള്ളാഹിക്ക് ഉമ്മാനെ എങ്ങനെ പരിചരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ, സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കാൻ ഉമ്മണ്ടോ? ഉമ്മല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു എന്ന് ചരിത്രം നമ്മൾ വായിച്ചതാണ്. പക്ഷേ എന്നിട്ടും റസൂലുള്ള കാണിച്ചു. ഒരിക്കൽ റസൂൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സഹാബത്തിന്റെ കൂടെ വട്ടത്തിലിരുന്ന് ദീന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ ദൂരെ നിന്ന് വരുന്നുണ്ട് ഹലീമ ബീവി, ഹലീമത്തു സഅദിയ, റസൂലുള്ളാഹിന്റെ വളർത്തുമ്മയാണ്. നടന്നു വരുന്ന ഹലീമ ബീവിയെ കണ്ടപ്പോ ഇരിക്കുന്ന റസൂലുള്ള എഴുന്നേറ്റു. ഹബീബിന്റെ തോളിലുള്ള തുണിയെടുത്തിട്ട്, തോളിലുള്ള ഷാളെടുത്തിട്ട് റസൂൽ ഇരുന്ന സ്ഥലം വെറുതെ തട്ടി ഒന്ന് വൃത്തിയാക്കി. അവിടെ അഴുക്കുണ്ടായിട്ടല്ല, സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ് റസൂലുള്ള എങ്ങനെയാണ് ഉമ്മയെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഉമ്മാനെ പരിചരിക്കേണ്ടത്. തോളിലുള്ള തുണിയെടുത്തിട്ട് അവിടെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉമ്മ വന്നപ്പോൾ ഉമ്മാനെ പിടിച്ചവിടെ ഇരുത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്തതാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. ഉമ്മയോട് മുഖം കറുപ്പിക്കുന്നവർ, ഉമ്മയോട് വെറുപ്പിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നവർ, ഉമ്മയോടും വാപ്പയോടും കർശനമായ തീരുമാനങ്ങൾ എടുത്തു പറയുന്നവർ, സഹോദരങ്ങളെ, അള്ളാന്റെ കോടതിയിൽ വരുമ്പോ അവരുടെ കൽബ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനോട് പറയേണ്ടി വരില്ലേ ഉത്തരം? അതുകൊണ്ട് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളോടും അള്ളാഹു നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. മക്കൾ വാശിയുള്ള മക്കളാവാം, മക്കൾ വഴിതെറ്റിപ്പോയ മക്കളാവാം. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിക്കരുത് കേട്ടോ. നിങ്ങളുടെ മക്കൾ നിങ്ങളെ എത്ര ഉപദ്രവിച്ചാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശപിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം ഒരു ഉമ്മയുടെ ശാപവാക്ക്, ഒരു ഉപ്പയുടെ ശാപവാക്ക് തടസ്സമില്ലാതെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നതാണ്. നോക്കൂ നിങ്ങൾ, അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾ നന്നാകൂല. മക്കളെ, നമുക്കെതിരെ എങ്ങാനും നമ്മുടെ ഉമ്മ ശപിച്ചാൽ, നമുക്കെതിരെ എങ്ങാനും നമ്മുടെ വാപ്പ ശപിച്ചാൽ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ വരമ്പത്തു നിന്ന് തന്നെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കുടുംബരംഗത്ത് മക്കളുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ ഇടപെടുന്ന വിഷയത്തിൽ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയും ശ്രദ്ധയും കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ സ്വർഗം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ബുദ്ധിയുള്ള ആളുകൾക്ക് സൂചന മതിയെന്നാണല്ലോ. ഈ സൂചനകളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. ശിർക്കില്ലാത്തൊരു ജീവിതം ക്രമീകരിക്കുക, ബിദ്അത്തില്ലാത്തൊരു ജീവിതം ചിട്ടപ്പെടുത്തുക, ഹറാമുകളില്ലാത്തൊരു ജീവിതം ചിട്ടപ്പെടുത്തുക, ഹലാലുകളിലേക്ക് കാലെടുത്തു വെക്കുക.
അതേപോലെ തന്നെ ഇബാദത്തുകളുടെ കാര്യം ശ്രദ്ധിക്കുക, വിശ്വാസരംഗങ്ങൾ കാത്തു സൂക്ഷിക്കുക, കുടുംബരംഗം കാത്തു സൂക്ഷിക്കുക, വ്യക്തിജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ക്രമീകരിക്കുക. എങ്കിൽ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കും. മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. മരിക്കും നമ്മൾ. മരിക്കാതിരിക്കോ? ആരെങ്കിലും ഇവിടെ മരിക്കാതെ ബാക്കിയാകോ? അങ്ങനെ ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റോ? ഒരിക്കലുമില്ലല്ലോ. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആരെങ്കിലും ഈ ഭൂമിയിൽ മരിക്കാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബാക്കിയാകേണ്ടതായിരുന്നു. ആ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ആ മുത്തി നബി നമ്മളെ വിട്ട് യാത്ര പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനൊരു യാത്ര നമുക്കുമില്ലേ ഭൂമിയിൽ നിന്ന്? അങ്ങനൊരു ദിവസം നമുക്കും കടന്നു വരാനില്ലേ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാക്ക് നോക്കൂ. വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهكا مسرورا. വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ. നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സന്ദർഭം അന്ന് നീ കരയുകയായിരുന്നു. എന്നാൽ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റിലും നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, നിന്റെ ബന്ധുക്കള് അവരെല്ലാവരും നിന്ന് സന്തോഷിക്കുകയാണ്. നിന്റെ ജനനത്തിന്റെ അന്ന് നീ കരയുകയാണ്, നിന്റെ കുടുംബങ്ങളൊക്കെ അന്ന് ചിരിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. എന്നാൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ ജനിച്ചപ്പോൾ സന്തോഷിച്ചവർ, നീ ജനിച്ചപ്പോൾ ആനന്ദിച്ചവർ, അവർ നിന്റെ മരണത്തിന്റെ അന്ന് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണവർ, വിതുമ്പുകയാണവർ. അന്നും അവർക്ക് അഭിപ്രായങ്ങൾ പങ്കിടാനുണ്ട്. ആ രൂപത്തിൽ അവർ യാത്ര പോകുമ്പോ നിന്റെ മരണത്തിന്റെ ദിവസം അവർ നിന്നെക്കുറിച്ചോർത്തുകൊണ്ട് കരയുന്ന ദിവസമാണ്. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അങ്ങനൊരു ദിവസം നമുക്ക് വരാനില്ലേ? ഉമ്മാനെ വിട്ട്, വാപ്പാനെ വിട്ട്, മക്കളെ വിട്ട്, കുടുംബങ്ങളെ വിട്ട്, എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്കൊരു യാത്ര പോകാനില്ലേ? അന്ന് നമ്മുടെ തടി മയ്യത്തുകെട്ടിൽ ആടിയൊലയുന്ന തടിയായി ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ, ആ ബർസഖിയായ ലോകത്തേക്ക് വെക്കുമ്പോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഇടക്കുള്ള മറയാണ് ആ ബർസഖിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ. അവിടെ വിചാരണയുണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വിജയം വേണോ? അന്നത്തെ ദിവസം രക്ഷ വേണോ? നാട്ടിലുള്ളവർ കരഞ്ഞേക്കാം, നാട്ടിലുള്ളവർ വിതുമ്പിയേക്കാം, നാട്ടിലുള്ളവർ പൊട്ടിക്കരഞ്ഞ് നമ്മളെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഖബറിലേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ ഗതി എന്താണെന്ന് ചിന്തിക്കാൻ ആളുകളുണ്ടോ? നമ്മുടെ ഖബറിനെ കുറിച്ച് ആലോചിക്കാൻ ദുനിയാവിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അതിന് നേരമുണ്ടോ? സഹോദരങ്ങളെ, ബർസഖിൽ നമ്മൾ ഒറ്റക്കാണ്. വിചാരണ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിനിതാ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സമയമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്ന സമയമാണത്. അവിടുന്ന് അങ്ങോട്ട് ജീവിതം ആരംഭിക്കുകയാണ്. യഥാർത്ഥ ലോകത്തെ ജീവിതം തുടക്കം കുറിക്കുകയാണ്. ആ ജീവിതം നന്നാവണമെങ്കിൽ, ആ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, അവിടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള സകല തിന്മകളോടും വിട പറഞ്ഞ് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള സകല നന്മകളും ചെയ്തിട്ട് വിശ്വാസം ശുദ്ധീകരിച്ച് കർമ്മങ്ങൾ നന്നാക്കി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തണമെന്ന വിചാരത്തോടെ ജീവിതം നന്നാക്കലാണ് പരിഹാരം. അതല്ലാത്തൊരു പരിഹാരമല്ല. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കലാണ് പരിഹാരം. ആ പരിഹാരത്തിന്റെ വഴി
കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് ചലിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗമെന്ന ലക്ഷ്യം ഒരിക്കലും നമ്മളെ കൽബിന്ന് അകന്നുപോയിക്കൂടാ. സ്വർഗമെന്ന ലക്ഷ്യം ഒരു ചെറിയ സുന്നത്തായ ഒരു കൂലി കിട്ടുന്ന ഒരു ചെറിയ സുന്നത്തായ കർമ്മം ചെയ്യുന്നിടത്ത് പോലും ആ സ്വർഗമെന്ന ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചരിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കേൾക്കുന്നതൊക്കെ ഒരു സ്വാലിഹായ അമലായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് രണ്ട് മനുഷ്യന്മാർ കടന്നു വരുന്നുണ്ട്. പരാതിക്കാരാണ്. എന്താ ഒരു പരാതി അറിയോ? ഒരു വെയിലിക്ക് ഒരു അതിരിന്റെ പ്രശ്നമാണ്. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്ന രണ്ടാളുകളുടെ പ്രശ്നം ഒരു അതിരിന്റെ പ്രശ്നമാണ്. ഒരു ചെറുപ്പക്കാരനും അല്പം പ്രായമായൊരു വ്യക്തിയും. ചെറുപ്പക്കാരൻ ഒരു വെയിലി കെട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ അതിരിൽ. അദ്ദേഹത്തിന്റെ തൊട്ട അയൽവാസിയാണ് ഈ പ്രായമായ വ്യക്തി. ആ പ്രായമായ വ്യക്തി ആ വെയിലി കെട്ടുന്നിടത്തൊരു വൃക്ഷമുണ്ട്, അതിരിലൊരു വൃക്ഷമുണ്ട്. അത് ഈ പ്രായമായ മനുഷ്യൻ്റെതാണ്, അയൽവാസിൻ്റെതാണ്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ മരം ഒന്ന് മുറിച്ച് മാറ്റിത്തരുമോ? എനിക്ക് ഈ അതിരിൽ ഒരു മതിൽ കെട്ടാൻ അല്ലെങ്കിൽ ഒരു വെയിലി ഉണ്ടാക്കാൻ അത് തടസ്സമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മരം ഞാൻ ആരുടെ മുന്നിലും വിട്ടുകൊടുക്കൂല, ആരുടെ മുന്നിലും ഞാനത് ഒഴിവാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, ആ മരങ്ങൾ എനിക്ക് തരും, ഞാൻ നിങ്ങൾക്ക് പണം തരാം. പക്ഷേ ഒരു പണത്തിനും അദ്ദേഹം അത് കൊടുക്കാൻ തീരുമാനമായില്ല. ഈ തർക്കം തീരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ തർക്കം മുന്നിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടാളുകളോടും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രായമായ മനുഷ്യനോട് പറഞ്ഞു, ആ മരമൊന്ന് മുറിച്ചു മാറ്റിക്കൊടുത്തൂടെ? അദ്ദേഹത്തിന്റെ കാര്യം നിർവഹിക്കാൻ, അദ്ദേഹത്തിന്റെ അതിര് ഒന്ന് ക്ലിയറാക്കാനല്ലേ ചോദിക്കണത്. അതുകൊണ്ട് അത് തടസ്സമാണെങ്കിൽ, അദ്ദേഹത്തിന് അത് തടസ്സമാണെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ പറഞ്ഞു, റസൂലെ ഞാൻ കൊടുക്കൂല, നിന്റെ വൃക്ഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നിനക്ക് പണം തരാമെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു പണത്തിനും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല റസൂലെ. ഉടനെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ വൃക്ഷം വിട്ടുകൊടുത്താൽ അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു വൃക്ഷം തരും. സ്വർഗത്തിൽ നിനക്കൊരു വൃക്ഷം തരും. സ്വർഗത്തിലൊരു വൃക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊരു സ്ഥാനം ഉറപ്പിക്കാണ്. അത് റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട്. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു സ്വർഗത്തിനും ഞാൻ ആ മരം കൊടുക്കാൻ തയ്യാറല്ല, ഞാൻ കൊടുക്കൂല, ഞാൻ പോവുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സഹാബികളിൽ കുറേ ആളുകൾ, ഈ സംഭാഷണം കേട്ടു നിൽക്കുന്നവരിൽ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂ ദർദാ അല്ല, അബൂ ദഹ്ദാ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയനാണ് അബൂ ദഹ്ദാ. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ആ പോയ മനുഷ്യന്റെ പിന്നാലെ ഓടി. റസൂലുള്ളാഹിക്ക് ഒന്നിനും, ഒരു സ്വർഗത്തിന്റെ വൃക്ഷത്തിനും ഞാൻ എൻ്റെ വൃക്ഷം കൊടുക്കാൻ തയ്യാറ്. ഒരു വാശി, ഒരു തരം വാശി. പിന്നാലെ ഓടി ചെന്നിട്ട് തടുത്തു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെന്ത് ദൗർഭാഗ്യവാനാണ്. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെന്ത് ദൗർഭാഗ്യവാനാണ്, ഒരു വൃക്ഷം, സ്വർഗത്തിലൊരു വൃക്ഷം തരാൻ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് പോലും കൊടുക്കൂലെന്നോ? അപ്പോഴും അയാൾ ചോദിക്കണേ, ഞാനെന്തിനാ കൊടുക്കണേ, ഞാനെന്തിനാ എൻ്റെ വൃക്ഷം കൊടുക്കണേ? ആ സാധുവിനത് കത്തിയിട്ടില്ല. അപ്പോൾ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ വൃക്ഷം നിന്റെ അയൽവാസിക്ക് കൊടുക്കണ്ട, നിന്റെ വൃക്ഷം നീ എനിക്ക് തരുമോ? നിന്റെ വൃക്ഷം നീ എനിക്ക് തരുമോ? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എനിക്ക് തന്നിട്ട് എനിക്കെന്തായിട്ടാണ്? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നൂറുകണക്കിന് ഈന്തമരങ്ങളുള്ള, ഈന്തപ്പനകളുള്ള ഈത്തപ്പന തോട്ടമുണ്ട് എനിക്ക്, ആ തോട്ടം അങ്ങനെ ഞാൻ തരാം. ഒരു തോട്ടം, കുനുകുനുത്തു നിൽക്കുന്ന ഈന്തപ്പഴങ്ങളുള്ള തോട്ടമുണ്ട് എനിക്ക്, അത് ഞാൻ എനിക്ക് തരാം. നീ ആ ഒരു വൃക്ഷം, നിന്റെ വൃക്ഷം നീ എനിക്ക് തരുമോ? അപ്പൊ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ ചോദിക്കാണ്, എനിക്ക് പിരാന്താ, എനിക്ക് തലക്ക് സുഖല്ലേ? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കച്ചവടത്തിനുണ്ടോ അല്ലേ അത് പറ. ഈ മനുഷ്യൻ പറഞ്ഞു, ദുനിയാവിൽ ഒരു തോട്ടം കിട്ടല്ലേ, ഞാൻ തരാം. ഉറപ്പിച്ചോ കച്ചവടം? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടുന്നുണ്ട്. ചരിത്രത്തിൽ കാണാം, റസൂലിനോട് ചെന്നിട്ട് ചോദിച്ചു, റസൂലേ, ആ റസൂലുള്ള നിങ്ങളുടെ മുന്നിൽ നിന്നൊരു മനുഷ്യൻ പോയില്ലേ നബിയേ, സ്വർഗത്തിലെ വൃക്ഷം തരാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ പോയ മനുഷ്യൻ, ആ വൃക്ഷം റസൂലേ ഞാൻ
അയാളിൽ നിന്ന് വാങ്ങിയിട്ട് അയാളുടെ അയൽവാസിക്ക് ആ വൃക്ഷം ഞാൻ മുറിച്ചു മാറ്റിക്കൊടുത്താൽ സ്വർഗത്തിലെ വൃക്ഷം എനിക്ക് കിട്ടുമോ നബിയേ? എന്താ ചോദ്യം? അയാൾ സ്വർഗത്തിലെ വൃക്ഷം വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സ്വർഗത്തിലെ വൃക്ഷം എനിക്ക് കിട്ടുമോ? അയാളിൽ നിന്ന് ഞാനത് വാങ്ങിയിട്ട് ആ അയൽവാസിക്കത് വിട്ടുകൊടുത്താൽ എനിക്ക് സ്വർഗത്തിലെ വൃക്ഷം കിട്ടുമോ? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂ ദഹ്ദാ താങ്കളാണ് നിർവഹിക്കുന്നതെങ്കിൽ അത് താങ്കൾക്കുണ്ട്. രണ്ടാമത് ഓടിയ മനുഷ്യന്റെ മുന്നിലേക്ക് കച്ചവടം ഒന്നുകൂടി ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീടുള്ളത് ഈ തോട്ടത്തിലാണ്, അബൂ ദഹ്ദാഇന്റെ വീടുള്ളത് ഈ തോട്ടത്തിലാണ്. അദ്ദേഹം കച്ചവടം ഉറപ്പിച്ചിട്ട് ഓടിച്ചെല്ലുന്നത് ഭാര്യയുടെ മുന്നിലേക്കാണ്. ഉമ്മു ദഹ്ദാഇന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഉമ്മു ദഹ്ദാഇനോട് പറഞ്ഞു, ഉമ്മു ദഹ്ദാഏ, ഇന്ന് ഞാനിതാ വലിയൊരു ലാഭക്കച്ചവടം നടത്തിയിരിക്കുന്നു. എന്താ ലാഭക്കച്ചവടം? നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്ക്, വീട്ട് ഒഴിവാക്കി കൊടുക്കാൻ സമയമായി. സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന് പകരം ഈ തോട്ടം ഞാൻ കൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് സ്വർഗത്തിലൊരു തോട്ടം കിട്ടിയിട്ടുണ്ട്. ഈ വാചകം കേട്ടപ്പോ ഉമ്മു ദഹ്ദാ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ആകാശത്തേക്ക് കൈകളുയർത്തിയിട്ട് പറയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തു നല്ല ലാഭക്കച്ചവടമാണ് മനുഷ്യ നിങ്ങൾ നിർവഹിച്ചത്. എത്ര നല്ല കച്ചവടമാണിത്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ സ്വർഗത്തിന് വേണ്ടി സ്വഹാബത്ത് എന്തൊക്കെ ഒഴിവാക്കി, എന്തെല്ലാം ഒഴിവാക്കി. എത്ര മനോഹരമായ സ്വഹാബികളുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച ചരിത്രത്തിന്റെ താളുകൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ രംഗത്തും ഈ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചോ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വിജയമെന്നൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു ഹറാമുകൾക്കും നമ്മൾ കൂട്ടുനിൽക്കരുത്, ഒരു തോന്നിവാസങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കരുത്. ആദർശത്തെ മുറുകെ പിടിച്ച് ആരുടെ മുന്നിലും മടിയറവ് വെക്കാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ ചിട്ടയുള്ളൊരു ജീവിതം നയിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഏത് പ്രതിസന്ധിയിലും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, നമ്മുടെ മക്കൾ വഴികേടിലേക്ക് എത്താൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പരിഹാരം നമ്മുടെ മുന്നിൽ അല്ലാഹു കാണിച്ചു തരുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നല്ല മനക്കരുത്തും ചിന്തയും അല്ലാഹു ഈ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് സ്വസ്ഥത അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. സമാധാനമുള്ള ജീവിതം ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന രൂപത്തിലുള്ള ജീവിതം ക്രമീകരിക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.